നമസ്കാരം. പ്രധാന വാർത്തകൾ. മലയാറ്റൂരിൽ 19കാരി തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം. പോലീസിനെതിരെ കുടുംബം. CCTV ദൃശ്യങ്ങളുള്ളത് ചിത്രപ്രിയ അല്ലെന്ന് കുടുംബം. പോലീസ് പല കാര്യങ്ങളും കെട്ടിച്ചമച്ചെന്നും പോലീസ് പ്രചരിപ്പിച്ച CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ല എന്നുമാണ് പെൺകുട്ടിയുടെ ബന്ധുവായ ശരത് ലാൽ പറയുന്നത്. പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട്. ചിത്രപ്രിയ കാണാതാവുമ്പോഴുണ്ടായിരുന്ന വേഷമല്ല CCTVയിൽ കാണിക്കുന്നതെന്നും ബന്ധു പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ കേസിൽ ആൺസുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചിരുന്നു. കൂട്ടുകാരന് പെൺസുഹൃത്തിൽ തോന്നിയ സംശയം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. കൊലപാതകം മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിനുള്ളിൽ ആലപ്പുഴ സ്വദേശിയായ ജീവപര്യന്തം തടവുകാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സംഭവം. ഹരിദാസ് എന്നയാളാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ജയിൽ വർക്ക്ഷോപ്പിനുള്ളിലാണ് ഇയാൾ ജീവനൊടുക്കിയത്. ജയിൽ കോമ്പൗണ്ടിനകത്തുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഇന്ന് രാവിലെ 7:30 ഹരിദാസ് ജോലിക്കായി കയറിയത്. ആലപ്പുഴ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതിയാണ് ഹരിദാസ്. യുവതി ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഉപ്പള സോങ്കാലിൽ കൊടയങ്കെ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ 25കാരി ഫാത്തിമത്ത് നസ്ബീനെയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഫാത്തിമത്തിനെ ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് ബംഗളൂരുവിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 3 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. വാളയാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പഞ്ചായത്ത് ക്ലർക്കിന്റേത്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിപിൻ ദാസിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതാണെന്ന് നിഗമനം. ചെമ്പ് ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്കായ വിപിൻ BLO കൂടിയാണ്. വിപിനെ ഒക്ടോബർ 30 പാലാരിവട്ടത്ത് നിന്ന് കാണാതായത്. വാഷ് ബേസിനിൽ മൂത്രമൊഴിച്ചതിന് ചോദ്യം ചെയ്തയാൾക്ക് ക്രൂരമർദ്ദനം. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷനിലെ ജീവനക്കാരന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. പേട്ട സ്വദേശിയായ 60കാരൻ റോയിക്കാണ് തലയ്ക്കും ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റത്. ചിറയൻകീഴ് സ്വദേശിയായ നിതിൻ, പൂന്തുറ സ്വദേശി ജോയി എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്നു പ്രതികളുടെ ആക്രമണം. ബിയർ കുപ്പികൊണ്ട് പലതവണ പ്രതികൾ റോയിയുടെ തലയിൽ അടിക്കുകയായിരുന്നു. പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഭാര്യയടക്കം കുടുംബത്തിലെ 4 പേരെ വെട്ടിക്കൊന്ന കേസിൽ യുവാവിന് വധശിക്ഷ. ഭാര്യയെയും ഭാര്യയുടെ മുൻബന്ധത്തിലെ മകളെയും ഭാര്യയുടെ മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെയും വെട്ടിക്കൊന്ന കേസിൽ വയനാട് തലപ്പുഴ അത്തിമര കോളനിയിലെ ഗിരീഷിനെയാണ് വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി S നടരാജ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. കൊലപാതകം നടന്ന് 8.5 മാസത്തിനകം അതിവേഗം വിചാരണ പൂർത്തിയാക്കിയാണ് വിധി പ്രസ്താവിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 27 വൈകിട്ടാണ് കൂട്ടക്കൊല അരങ്ങേറിയത്. ഭാര്യ 30കാരി നാഗിയുടെ 5 വയസ്സുള്ള മകൾ കാവേരി, നാഗിയുടെ അമ്മ ജയയുടെ മാതാപിതാക്കളായ കരിയ, ഗൗരി എന്നിവരെയാണ് ഗിരീഷ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട നാഗിയുടെ 2ാമത്തെ ഭർത്താവായ ഗിരീഷ് 1 വർഷത്തോളമായി അവർക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. കൊലപാതക വിവരം തൊട്ടടുത്തുള്ള ദിവസമാണ് പുറംലോകം അറിഞ്ഞത്. തോട്ട ഉടമയാണ് നാഗിയുടെ വീട്ടിൽ 4 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി പൾസർ സുനി എന്ന NS സുനിൽ, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കൂട്ടബലാത്സംഗ കേസിൽ 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. കൂട്ടബലാത്സംഗ കുറ്റത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ്. പ്രതികൾ വിചാരണ തടവുകാരായി കഴിഞ്ഞ കാലം കൂടി ശിക്ഷാ കാലാവധിയായി കണക്കാക്കണമെന്നും വിധിയിലുണ്ട്. എല്ലാ പ്രതികൾക്കും 50,000 രൂപയും വിധിച്ചിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം.